എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് 23-ാം തീയതി വോളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ട് ചെയ്ത കുറച്ച് ഷെയർസുകളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ഷെയർ നമ്മൾ നോക്കാൻ പോകുന്നത് കാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് ആണ്. 1405 രൂപയുടെ റേറ്റ് 8% കയറിയിട്ടുള്ളത്. 23-ാം തീയതി കയറിയത് 8%, അതായത് 104 രൂപയുടെ കയറിയിട്ടുള്ളത് 8-ാം തീയതി 8%. അപ്പൊ നമുക്ക് അതിന്റെ ചാർട്ട് ഒന്ന് നോക്കിയാൽ, അപ്പൊ ഇതാണ് അതിന്റെ ചാർട്ട്, കാപ്ലിൻ പോയിന്റിന്റെ ചാർട്ട്. നമുക്ക് ചാർട്ട് തന്നെ കണ്ടാൽ അറിയാം ശരിക്കും നല്ല രീതിയിലുള്ള ഇവിടെ ഇവിടെ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു കൺസോളിഡേഷൻ ഫേസ് തന്നെ ആയിരുന്നു. ഇവിടെ ഒരു കൺസോളിഡേഷൻ ഫേസ്, ആ കൺസോളിഡേഷൻ ഫേസ് വിത്ത് വോളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും കൺസോളിഡേഷൻ ഫേസ്, അതായത് ഈ കൺസോളിഡേഷൻ ഫേസ് വന്നു വീണ്ടും. അപ്പൊ ഇങ്ങനത്തെ ചാർട്ടില് അതിന്റെ ബ്രേക്ക് ഔട്ടിന് സ്ട്രെങ്ത് കൂടും. അതായത് സ്ട്രെങ്ത് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്നുള്ള ഒരു താഴാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇന്നും നന്നായിട്ട് 23-ാം തീയതി നല്ല വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ട വോളിയം ജനറേറ്റ് ചെയ്തത്. അപ്പൊ ഇത് നമുക്കൊന്ന് നോക്കി വെക്കാവുന്നതാണ് വരും ദിവസങ്ങളിൽ. അടുത്ത ഷെയർ IRM എനർജിയാണ്. IRM എനർജി 23-ാം തീയതി 7% ആണ് കൂടിയിട്ടുള്ളത്. 7%. കറന്റ് മാർക്കറ്റ് പ്രൈസ് 522 രൂപയാണ്. നമുക്ക് അതിന്റെ ചാർട്ടിലേക്ക് വീണ്ടും പോവാം. അപ്പൊ ഇതാണ് IRM എനർജിയുടെ ചാർട്ട്. IRM എനർജിയുടെ ചാർട്ട് നമുക്ക് നോക്കിയാൽ അറിയാം 500-ലുണ്ടായ 500-ലുണ്ടായ റെസിസ്റ്റൻസ് കയറി പോയിട്ടുണ്ട്. 500 ആയിരുന്നു റെസിസ്റ്റൻസ്. വിത്ത് വോളിയത്തോടുകൂടി തന്നെയാണ് കയറിയിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്കൊന്ന് നോക്കാവുന്നതാണ് വാച്ച് ലിസ്റ്റിലിട്ട്. അടുത്ത ഷെയറാണ് ബാൽമർ ലോറി. 224 രൂപയുടെ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 19% ആണ് 23-ാം തീയതി കയറിയതാണ്. 19% കയറിയിട്ടുണ്ട്. ഇതാണ് ബാൽമർ ലോറിയുടെ ചാർട്ട്. ബാൽമർ ലോറിയുടെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ 19% കയറി. ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഓൾറെഡി ഇവിടെ റെസിസ്റ്റൻസ്, അതായത് 180 രൂപയിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അത് റീടെസ്റ്റ് ചെയ്തു. 180 രൂപയിലുണ്ടായ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു. റൗണ്ടിങ് ബോട്ടം വന്നിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ചെയ്തു. വീണ്ടും നല്ല രീതിയിൽ അത് കയറി. ഇവിടെ കണ്ട വോളിയം നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 19% കയറിയിട്ടുള്ളത്. അപ്പൊ ഒരു കൺസോളിഡേഷൻ ഫേസിലോ ഒരു ചെറുതായിട്ടൊരു ഡൗൺ സൈഡ് വന്നിട്ട് പിന്നെ കയറാനാണ് സാധ്യത. ഓടിച്ചെന്ന് ഇങ്ങനെ കയറാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇത് നമുക്കൊരു വാച്ച് ലിസ്റ്റിലിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത ഷെയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ദീപക് നൈട്രേറ്റ് ആണ്. അത് 2379 റേറ്റ് 4% വെള്ളിയാഴ്ച കയറിയ 4%. നമുക്ക് നോക്കിയാൽ ഈ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇത് പോളി ഇവിടെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പോളിയും കിടന്ന് കളിക്കുന്നുണ്ട്. നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ട്രെൻഡ് ലൈനും ഇത് സപ്പോർട്ടാണ്. ഇതൊരു അസെൻഡിങ് ട്രയാങ്കുലർ ഫോർമേഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ മറ്റൊരു കാര്യം ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. അത് കൂടാണ്ട് ഇവിടെ ഒരു പോയിന്റ്, അതായത് 1900-ലും 2350-ലും കിടന്നിട്ട് ആ റേഞ്ചിൽ കിടന്നിട്ട് കുറെ നാള്, ഏകദേശം ഒരു വർഷത്തിൽ മേലെ കഴിഞ്ഞിട്ടാണ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു പോകുന്നത്. നമുക്ക് സപ്പോർട്ട് പോയിന്റ് വരുന്നത് ഏകദേശം ഈ റേഞ്ചിലെ സപ്പോർട്ടാണ്. 2200-ലാണ് ഇത് മിക്കവാറും സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും. 2200. അപ്പൊ ഇത് നമുക്കൊരു വാച്ച് ലിസ്റ്റിലിടാം. നമുക്ക് അടുത്ത ഷെയർ വന്നത് അരവിന്ദ് ലിമിറ്റഡ് ആണ്. ഏകദേശം 6% അപ്പായിട്ട്. ഇപ്പോൾ കറണ്ട് റേറ്റ് 259 രൂപയുടെ കറണ്ട് റേറ്റ്. അരവിന്ദ് ലിമിറ്റഡ് ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൂടാതെ ഈ കുറച്ച് ദിവസങ്ങളിൽ 2 മാസമായിട്ട് നല്ല വോളിയം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ വോളിയത്തിനേക്കാളും കൂടുതൽ വോളിയം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു വാച്ച് ലിസ്റ്റിൽ ഇടാവുന്നതാണ് അരവിന്ദ് ലിമിറ്റഡ്. അപ്പൊ ഇത്രയുമാണ് ഈ വെള്ളിയാഴ്ച ബ്രേക്ക് ഔട്ട് നടന്ന വോളിയത്തോട് ബ്രേക്ക് ഔട്ട് എന്ന ചില ഷെയർസ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു. ഇഷ്ടപ്പെട്ടിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.